പ്രകൃതി സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ഞങ്ങൾ തുടരുകയാണ് കേട്ടോ. കഴിഞ്ഞ എൻ്റെ വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തേത്. അമ്മക്കിളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ മറക്കരുത്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഇന്ന് ഞാൻ ഇടുന്നത്. ഞങ്ങൾ യാത്ര തുടരുവാണ്. പല പ്രകൃതി ഭംഗികൾ പലതെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നേരിൽ കണ്ടെങ്കിലേ അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാനൊക്കത്തുള്ളൂ. റോക്ക് മൗണ്ടൻസ് ആണ് ഫുള്ള്. അത് സ്നോ നിറഞ്ഞിരിക്കുന്ന അതിനകത്തോട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ മൂടൽമഞ്ഞ് മൂടി നിൽക്കുന്നു. ഒരു ഇച്ചിരി കഴിയുന്നോണ്ട് അത് മാറിയിട്ട് മഴ വരുന്നു. ഇങ്ങനെ നമ്മൾ കണ്ട് യാത്ര ഇങ്ങനെ തുടർന്നു പോകാണ്. ഞങ്ങൾക്കൊരു വ്യൂ പോയിന്റ് കിട്ടി. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതെല്ലാം കടന്നാണ് ഞങ്ങൾ ആ ഗ്ലേഷ്യറിലേക്ക് പോകുന്നത്. എന്തോ ഒരു ഭംഗിയാണ് കണ്ടോ. ഇതെല്ലാം ഗ്ലേഷ്യറാണ്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റില്ല. ഈ കൊളംബിയ ഐസ് ഫീൽഡ് മാത്രമേ നമുക്ക് അടുത്ത് പോയി ഇന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഭയങ്കര കാറ്റാണ് കേട്ടോ. അവിടെ എത്രയോ കിലോമീറ്റർ ഹൈറ്റിലാണ് പോകുന്നത്. നമ്മൾ അടുത്ത് എവിടോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ നല്ല നമുക്ക് കണ്ട കൊതി തീരില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. ഭംഗിയുണ്ട്, പക്ഷെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര കാറ്റാണ്. 1000 അടി മുകളിലാണ് ഞങ്ങൾ കയറി അത് കാണാൻ പോകുന്നത്. അത് എവിടമാണെന്ന് ചോദിച്ചാൽ ഐസ് മലകൾക്കിടയിൽ കൂടി ഐസ് ഗ്ലേഷ്യർ, അതായത് ഗ്ലേഷ്യർ എന്ന് പറയുന്നത് കൊളംബിയ ഐസ് ഫീൽഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് ഗ്ലേഷ്യർ എന്നും പറയും. മുഴുവനും ഐസാണ്. പാറകൾക്ക് നടുവിൽ കൂടി ഇങ്ങനെ ഐസ് ഇങ്ങനെ സ്നോ ഇങ്ങനെ ഫുള്ളാക്കി കിടക്കുക. നമുക്ക് അതിൻ്റെ ഏകദേശം കുറേ ദൂരം നമുക്ക് അത് പോയി അടുത്ത് നിന്ന് കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് പോകേണ്ടിയവർക്കും പോകാം. അതിനുള്ള സൗകര്യമുണ്ട്. ബസ് പോകുന്നുണ്ട് അതിനകത്തോട്ട്. അതൊക്കെ കണ്ടെങ്കിൽ നമ്മൾ കൈ നെഞ്ചത്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇതുവരെ അതിൽ പോയിട്ടില്ല. ബസ് പോകുന്നത് ശരിക്കും മലയ്ക്കകത്തൂടെ ചെറിയ ആ ഒരു ബസ്സിന് മാത്രം പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അത് കുത്തനെയുള്ള ഇതിനകത്തൂടാണ് പോകുന്നത്. ഐസിനകത്തൂടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെയ്ക്ക് ആ ബസ്സിൽ കയറാൻ തിരിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ നമുക്ക് നടന്ന് എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നമുക്ക് പേടിയല്ല, എന്നാൽ ഭംഗി ആസ്വദിച്ചിട്ട് കണ്ടില്ലേ. ഇപ്പം നിങ്ങൾ നോക്ക് എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ആ സൈഡിൽ, ഇതാണ് ശരിക്കും ഗ്ലേഷ്യർ. അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ കറങ്ങി അവിടെ ചെല്ലണം. പിന്നെ ഐസ് ഫീൽഡ് ആണ് ഇത്. എല്ലാം മൗണ്ടൻസ് ആണ്, എല്ലാം സ്നോ മൗണ്ടൻസ് ആണ്. ഗ്ലേഷ്യറിന് പറയുന്നത് കൊളംബിയ ഐസ് ഫീൽഡ് എന്നാണ്. കാനഡയിലെ ഏറ്റവും വലിയ ഐസ് ഫീൽഡാണത്. പക്ഷെ അതിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളങ്ങൾ മുഴുവൻ പോകുന്നത് എവിടേക്കാന്നുള്ളത് അടുത്ത് ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലം അതാണ്. ഇനിയൊരു കാര്യം, നമ്മുടെ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം എത്രയോ കിലോമീറ്ററിന് ആ ഗ്ലേഷ്യർ കുറഞ്ഞു. ഐസ് ഉരുകി പോയി, വെള്ളമായി പോയി എന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 1800 ചില്ലറയിൽ എത്രയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വരയ്ക്കും ഉണ്ടായിരുന്നു ഈ ഐസ് ഫോമായി നിൽക്കുന്നത്. പക്ഷേ വർഷങ്ങൾ പോകെ ഓരോ വർഷവും ഈ ചൂടും കാലാവസ്ഥകൾ മാറുക എല്ലാം ചെയ്യുമ്പം ഐസ് ഉരുകി പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ ഗ്ലേഷ്യറിൽ എത്തി മക്കളെ, എത്തി. അപ്പാ ഇത് മണ്ട കയറണം ഇനിയും കേട്ടോ എല്ലാവരും കൂടെ. അതിൽ ഇങ്ങനെ ഞങ്ങൾ ഗ്ലേഷ്യറിൽ നടന്നെത്തി. നമ്മുടെ കുരിശുമല കയറുന്ന പോലെ, അതായത് കുരിശുമല എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ പോയിട്ടുള്ളവർക്കറിയാം. അതുപോലെയാണ് ഇവിടോട്ട് കയറി പോകുന്നത്. കുത്തനെ ഇങ്ങനെ കല്ലും മണ്ണും എല്ലാം പാറകളും എല്ലാം കിടക്കും. അതിനിടയ്ക്ക് കൂടെ വേണം കയറി പോകാൻ. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവിടുത്തെ കാറ്റാണ്. മേളിൽ കയറി ഭയങ്കര കാറ്റും തണുപ്പുമായിരിക്കും. ഇപ്പം ഐസ് തീരെ കുറച്ചേ ഉള്ളൂ. കാരണം കാലപ്പഴക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ഇത് ഇത്ര മീറ്റർ വെച്ചിട്ട് കുറയുന്നുണ്ട്. അങ്ങ് ഉരുകി പോകുക. അപ്പോൾ പിന്നെ അവിടോട്ട് പിന്നെ വരുന്നില്ല. അതിന് താഴോട്ടാണ് പിന്നെ നമുക്ക് അതിനെ കുറഞ്ഞ് അങ്ങ് പോവാണ്. ഇപ്പോൾ എങ്ങാണ്ട് 28-30 കിലോമീറ്ററിന് ഐസ് ഉണ്ട്. എങ്കിലും നമുക്ക് നടന്ന് കുറേ ദൂരം നമുക്ക് അങ്ങ് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അവിടെ പോയി നിന്നിട്ട് നിറയെ പേര് അതിനകത്തൂടെ നമുക്ക് ആ മലകളൊക്കെ കയറാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, അങ്ങനെ സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ കുറേ പേര് പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ എവിടം വരെ പോകാമെന്ന് ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ നടന്ന് അവിടം വരയ്ക്ക് ഞങ്ങൾ പോയി. അവിടം വരയ്ക്ക് പോയി ഞങ്ങൾ കണ്ടിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഭയങ്കര ചൂടാണ്. പക്ഷേങ്കിൽ മേളിൽ കയറുമ്പം കാറ്റും തണുപ്പും. അതുകൊണ്ട് ജാക്കറ്റും തൊപ്പി എല്ലാം ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ മേളിൽ കയറിയത്. എന്നാലും പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുമായിരുന്നു. കാരണം അത് തണുപ്പ് കൊണ്ടല്ല. ഈ വെള്ളം ഒഴുകി വരുന്ന ഐസ് ഉരുകി വരുന്ന വെള്ളമെല്ലാം നമ്മുടെ സാധാരണ വെള്ളം പോലെ അങ്ങനെ തെളിഞ്ഞ വെള്ളമല്ല. അതായത് കണ്ണുനീര് പോലെ പറയും നമ്മളൊക്കെ വെള്ളത്തിന്. പക്ഷേങ്കിൽ അങ്ങനല്ല ഈ വെള്ളം. കണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ കളറാണ്. ഐസായിട്ട് കിടക്കും. ഇതിനകത്തൂടെ നമുക്ക് നടന്നു പോകാം, ഐസിൻ്റെ പുറത്തൂടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ്. കണ്ടോ, സ്ഥലം കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുരിശുമലയ്ക്ക് പോകുന്ന പോലെ തന്നെ, മലയാറ്റൂർ പള്ളിക്ക് പോകുന്ന പോലെ തന്നെ ഇങ്ങനെ കല്ലും മണ്ണും. അത് സ്ലിപ്പാകും. തിരിച്ചിറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു. കയറാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചിറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ കല്ലുകളിലും ചവിട്ടി ഊന്നി ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് സ്ലിപ്പായി
അങ്ങ് താഴെ അങ്ങ് പോകും. ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ വെള്ളം കണ്ടോ, ഈ ഐസ് ഉരുകി വന്ന് താഴെ കിടക്കുന്ന വെള്ളം കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ വരയ്ക്കും 1892 വരയ്ക്കും ഐസ് ഉണ്ടായിരുന്നു. ആ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് ഇങ്ങനെ ഐസ് ഒഴുകി പോയാണ് അത്രയും കിലോമീറ്റർ ദൂരെ അങ്ങ് മേളിൽ കയറിയിരിക്കുന്നത്. ഇപ്പോൾ 2006 കൂടെ അവരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒന്ന് വർഷത്തിന് 1 മീറ്റർ അങ്ങാണ്ട് ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങ് ആസ്വദിക്കും കേട്ടോ. അത് ഞങ്ങൾ ഗ്ലേഷ്യർ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ വെള്ളം എല്ലാം ഒഴുകി വരുന്നത് ഇവിടെ ഒരു ലേക്ക്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഈ ലേക്ക്. ഈ വെള്ളം കാണാൻ നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റില്ല ഈ ലേക്കിൻ്റെ അവിടെ. കാരണം അന്നേരം ചെറിയൊരു മഴ ചാറി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കയറുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങി പിന്നെ ഞങ്ങൾ അടുത്തൊരു വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓരോന്നിനും ഓരോ ഭംഗിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും ഞങ്ങളിത് 3ാമത്തെ പ്രാവശ്യം ഞാൻ പോകുന്നത്. എങ്കിൽ പോലും എനിക്കങ്ങ് പുതുമയാണ് കാണുമ്പോൾ. അപ്പോൾ അത്രയ്ക്കും ഭംഗിയാണ്. എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. കാനഡ ഏറ്റവും ഭംഗിയുള്ള രാജ്യമാണ്. അതിൽ ഈ ബാൻഫാണ് ഏറ്റവും ഭംഗിയുള്ള. എല്ലാ റോക്കി മൗണ്ടൻസ് ആണ്, എല്ലാ സ്നോ മൗണ്ടൻസ് ആണ്, എല്ലാ ഗ്ലേഷ്യർ വാട്ടർ വരുന്നത്. ഫോൾസുകൾ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ഞാൻ ഫോൾസ് ഓരോരോ വീഡിയോയിൽ വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പോൾ വണ്ടി പോകുന്ന കണ്ടാൽ നിങ്ങൾക്ക് എന്തൊരു ഭംഗി തോന്നും. കണ്ടില്ലേ, ഈ ഐസ് റോക്കി മൗണ്ടൻ്റെ തൊട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അത്രയ്ക്കും അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇത് സീനറിയിലെ വല്ല സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടു. പക്ഷേ ഇവിടെ ഒന്നും സിനിമ എടുക്കാനൊന്നും അനുവാദം കൊടുത്തിട്ടില്ല. കാനഡ അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ഥലമായതുകൊണ്ട് ഇത് സിനിമയ്ക്ക് ഇതുവരെയ്ക്കും അനുവാദം കൊടുത്തിട്ടില്ല. ഷൂട്ട് ചെയ്യാൻ ഇത് ഗ്ലേഷ്യറിലെ വെള്ളം മുഴുവൻ പോയി ഇതുപോലെ പല ലേക്കുകളായിട്ടാണ് അവിടെ എല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. ആ ലേക്കുകളെല്ലാം ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ കാണിക്കാം നിങ്ങളെ. ഓരോന്നിനും ഓരോ കളറാണ് കേട്ടോ. നമുക്ക് കണ്ട മതിയാകത്തില്ല, കൊതി തീരത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. അതേ ഞാൻ പറയില്ല, ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് പിന്നെയും കാണണമെന്ന് ആഗ്രഹമാണ്. അത്രയ്ക്കും പ്രകൃതി ഭംഗി അങ്ങ് കണ്ട് നമ്മൾ ആസ്വദിച്ച് പോകും. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത ഒരിടത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടരാൻ പോവുകയാണ്. ഇങ്ങനെ ഓരോ ഭംഗികളും കണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യത്തില്ല. എപ്പോഴും 2 മണിക്കൂർ ഓടിച്ചിട്ട് നിർത്തി അവിടെയുള്ള എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടോ അതെല്ലാം കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഇതിൽ സൂപ്പർ സ്ഥലമാണ്.